ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേസരിയാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന കേസരിയില്ലേ, നല്ല സോഫ്റ്റ് നല്ല മധുരമുള്ള കേസരി, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കേസരി തന്നെ നമുക്ക് 2-3 ടൈപ്പിൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ആ കല്യാണത്തിന് വിളമ്പുന്ന കേസരിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിറയെ നെയ്യൊക്കെയുള്ള കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള കേസരി. അപ്പോൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞുടനെ നമുക്ക് അതിലോട്ട് ഒരു വലിയ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. നെയ്യ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നെയ്യ് ഒന്ന് ഉരുകി വന്നാൽ നമുക്ക് അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. ഓക്കെ, നെയ്യ് ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 സ്പൂൺ കിസ്മിസും ഒരു 5-6 കാഷ്യൂനട്ടും ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അല്ല, ബ്രോക്കൺ കാഷ്യൂനട്ട് കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. ഓൾറെഡി പീസസ് ആയിട്ട് വരില്ലേ കാഷ്യൂനട്ട്, അതാണ് കയ്യിലുള്ളെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഞാൻ കിസ്മിസ് ആഡ് ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ കാഷ്യൂനട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട്, ചിലതെല്ലാം വലിയ പീസാണ്, ചിലതെല്ലാം പൊടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ആ കിസ്മിസ് ഒന്ന് വേർത്ത് വരും, അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കത് കോരി മാറ്റിയിട്ട് വേറെ ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ആവട്ടെ, 2-3 മിനിറ്റ് ആവും ഒന്നാവാൻ. കിസ്മിസും കാഷ്യൂനട്ടും ഞാൻ കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുഴുവൻ കോരി മാറ്റിയ ശേഷം നമുക്ക് റവ വറുത്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒരു 1/2 സ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുള്ളൂ. നമ്മുടെ മെഷറിംഗ് കപ്സിൽ 1/4 കപ്പ് റവ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ റവയിൽ ചേർന്ന് പിടിക്കണം. റവ ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് റവ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് റവ കട്ട കുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള കേസരി നമുക്ക് കിട്ടുള്ളൂ. കല്യാണത്തിന് കണ്ടിട്ടില്ലേ, നല്ല സോഫ്റ്റ് സ്മൂത്തായിരിക്കും കേസരി. നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവും. കളറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നല്ലെങ്കിൽ യെല്ലോ കളർ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. കളർ വേണ്ടെങ്കിൽ ഞാൻ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നല്ലേ, ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും ഈ വെള്ളമെല്ലാം റവ വലിച്ചെടുക്കും. കയ്യിലോണ്ട് തന്നെ ഞാൻ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വെള്ളമെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പഞ്ചസാര, ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒന്നിച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യരുത്. നമ്മൾ കുറച്ച് ഇട്ടിട്ട്
മിക്സ് ചെയ്യുക. വീണ്ടും അതൊന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിടരുത്. കട്ട കുത്തും. വീണ്ടും നമ്മൾ വെള്ളം ആഡ് ചെയ്തപ്പോൾ കട്ട കുത്തിയില്ലേ, അതേമാതിരി തന്നെ കട്ട കുത്താൻ സാധ്യതയുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഉരുകി വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെയാണ് ഞാൻ ഇപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, പഞ്ചസാരയുടെ ടേസ്റ്റ് ഇത്ര വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും നമ്മൾ കല്യാണത്തിന് വിളമ്പുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്ര പഞ്ചസാര വേണ്ടെങ്കിൽ കുറച്ചോളൂ. ഓൾമോസ്റ്റ് ഡബിളിൻ്റെ മേലെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം 1/2 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ അതിലോട്ട് പഞ്ചസാര എല്ലാം ഉരുക്കി വരണം കേട്ടോ. അതിലോട്ട് ഒരു 1/2 സ്പൂൺ റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ആ കല്യാണത്തിൻ്റെ ടേസ്റ്റ്. കല്യാണത്തിന് വിളമ്പുന്ന കേസരിയുടെ ടേസ്റ്റ്. ഇതൊരു നമ്മുടെ സ്പെഷ്യൽ സീക്രട്ട് കൂടിയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഞാൻ ടൊമാറ്റോ റെഡ് കളർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തത്. നമുക്ക് വേണ്ട കളർ വരുന്നവരെ നമുക്ക് എത്ര കളർ വേണോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓറഞ്ച് കളർ വേണമെങ്കിൽ ഓറഞ്ച് കളർ എടുക്കാം. ആ പൈനാപ്പിളിൻ്റെ കളറാണ്, മഞ്ഞ കളർ വേണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മഞ്ഞ കളർ വരും കേട്ടോ. ഞാൻ ആ ഒരു ടൊമാറ്റോ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം മിക്സ് ചെയ്തു. ഓൾമോസ്റ്റ് വെള്ളമെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കേസരി എല്ലാം റെഡിയായി. ഇത്രയേ ഉള്ളൂ. കണ്ടോ, പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ അവസാനമായിട്ട് കുറച്ച് ആ സ്പൂണിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നില്ലേ, ആ നെയ്യ് ഒന്ന് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മണം വരും. അവസാനം നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂനട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് കേസരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേസരി റെഡിയായി. ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പാന ഒട്ടാതെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പാകം. കേസരി റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കേസരിയാണ്. ഇത് തന്നെ 2-3 ടൈപ്പിൽ ഉണ്ടാക്കാം. നമുക്ക് പാലൊഴിച്ചിട്ട് ഉണ്ടാക്കാം, പാലും വെള്ളവും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ വേറെ ടേസ്റ്റാണ്. ഇതാണ് ശരിക്കും ആ കല്യാണ വീട്ടിൽ സെർവ് ചെയ്യുന്ന കേസരി. അപ്പോൾ പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഞാൻ ഇത് സെർവ് ചെയ്യാൻ പോവാണ്. ഒന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.